ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൗതം നിർമ്മലയും കൊണ്ട് അമ്പലത്തിൽ പോവാൻ ഒരുങ്ങാണ് കേട്ടോ. സിക്ക് തൻ്റെ അമ്മ ഇതാണെന്ന് കാണിച്ചു കൊടുക്കാനുള്ള ആ ഒരു തത്രപ്പാടാണ് കേട്ടോ. അങ്ങനെ ഗൗതം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിർമ്മലാമ്മയെ കാണാനില്ല കേട്ടോ. അപ്പോഴാണ് നിർമ്മലാമ്മയോട് പാറു ചോദിക്കുന്നത്, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? നിർമ്മല എങ്ങോട്ടാ? അപ്പം നിർമ്മല ഇങ്ങനെ പരിങ്ങാണ് കേട്ടോ. അതെ, നീ എങ്ങോട്ടാ പോകുന്നത് നിർമ്മല? അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും പരിങ്ങുകയാണ് കേട്ടോ. അത് കേൾക്കുന്ന പാറുവിനെ അങ്ങ് ദേഷ്യം പിടിക്കാണ്. എന്താ നിർമ്മല, ഞാൻ ചോദിച്ചതിന് മറുപടി പറയാത്തത്? നീ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നത് എന്താ? നീ എങ്ങോട്ടാ പോകുന്നത് എന്നുള്ളതിന് ഉത്തരം നീ എന്താ എനിക്ക് തരാത്തത്? അത് കേട്ടിട്ടാണ് കേട്ടോ ഗൗതം അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അപ്പൊ നിർമ്മലാമ്മ ഇവിടെ നിൽക്കുകയാണോ? വാ നമുക്ക് പോവാം. അത് കേട്ട ഉടൻ തന്നെ എങ്ങോട്ട് എന്ന് പാറു ഉടൻ തന്നെ ഗൗതമിനോട് ചോദിക്കുന്നു. അത് കേൾക്കുന്നതിനോടുകൂടി ഗൗതം പറയണ അത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പരുങ്ങുമ്പോൾ ഉടൻ തന്നെ എന്താ നിങ്ങൾ തമ്മിൽ എന്താ ചുറ്റിക്കളി എന്തെങ്കിലും ഉണ്ടോ? എന്താ എന്നോട് പറയാത്തത്? നിങ്ങൾ മറച്ചു വെക്കുന്ന കാര്യം എന്താന്ന് വീണ്ടും അവിടെ ആവർത്തിക്കുമ്പോൾ ഉടൻ തന്നെ ഗൗതം പറയണേ, അതെ, ഞാൻ നിർമ്മലാമ്മയും കൊണ്ട് അമ്പലത്തിലോട്ടൊന്ന് പോവാനാ. ഓ, എൻ്റെ മോനെ അമ്പലത്തിൽ പോവാനാണോ? എന്ന് ഞാനും കൂടെ വരാടാ. അത് കേൾക്കുന്ന ഗൗതം പറയാണ്, അമ്മ ആൻറ്റി ഇപ്പോൾ വരണ്ട, പാറു ഇവിടെ വരണ്ട എന്ന് പറയണ. അത് കേൾക്കുന്നതിനോടുകൂടി അതെന്താ, ഞാൻ വന്നാൽ നിനക്ക് കുഴപ്പം? ഇപ്പം വരണ്ടെന്ന് പറഞ്ഞാൽ വരണ്ട. അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ പാറുവിന് ദേഷ്യം പിടിക്കുകയാണ്. അതെന്താ ഞാൻ വന്ന കുഴപ്പം? നിർമ്മലാമ്മ ഇവിടെ ഇങ്ങനെ നിന്ന് നേരം വഴുകിക്കാതെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ? പെട്ടെന്ന് വാ എന്ന് പറഞ്ഞിട്ട് കയ്യങ്ങ് പിടിച്ച് വലിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുന്നതിനോടുകൂടി പാറുവിനാകെ ടെൻഷനാവാണ്. പാറു പറയാണ്, ഗൗതം നീ എന്താടാ നിർമ്മലയെ കൊണ്ടുപോകുന്നത്? അതെന്താ നീ എന്നെ വേണ്ടെന്ന് വെക്കുന്നത്? സാധാരണ ഞാനുമായല്ലേ അമ്പലത്തിൽ പോകുന്നത്, ഞാനെന്താ നിന്റെ കൂടെ അമ്പലത്തിൽ വന്നാൽ പ്രശ്നം? അതെന്താ എന്ന് ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അതിനുത്തരം പറയാതെ പെട്ടെന്ന് പാറുവിൻ്റെ മുന്നിൽ വെച്ച് നിർമ്മലയുടെ കൈകൾ പിടിച്ച് ഓട്ടോയിൽ അങ്ങ് കയറിപ്പോകുന്ന ആ രംഗമാണ് കേട്ടോ. അയ്യോ, ഇത് വല്ലാത്തൊരു ടെൻഷൻ തന്നെ. നിർമ്മല പോയതിൽ പാറുവിനായിരിക്കുന്നു കേട്ടോ. പാറുവിൻ്റെ ഉള്ളിൽ പലവട്ടങ്ങളായി ചോദിക്കുന്നു, ഈശ്വര, അവൻ്റെ അമ്മയെ തിരിച്ചറിഞ്ഞു, അതുകൊണ്ടാണ് അവൻ അത് ആവർത്തിച്ചത്. സാധാരണ എന്നോട് പറഞ്ഞിട്ടാണല്ലോ പോവാറ്, ഇന്നെന്താ അവൻ എന്നെ മാത്രം ഒഴിവാക്കുന്നത്? അപ്പോൾ എന്തോ ഇതിലൊരു ചുറ്റിക്കളിയുണ്ട്. അവൻ്റെ അമ്മയെ തിരിച്ചറിഞ്ഞു, അതുകൊണ്ടാ എന്നിങ്ങനെ പാറു പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിർമ്മല പറയാണ് ഗൗതമിനോട്, ഗൗതം നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ പറഞ്ഞല്ലോ അമ്പലത്തിലോട്ടാണെന്ന്. നമ്മൾ അമ്പലത്തിലോട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്തൂടെ? പാറുവിനെയും കൂടി കൂട്ടായിരുന്നില്ലേ? അത് കേട്ടോടെ തന്നെ ഇപ്പോൾ അമ്മയും ഒത്തു പോവാനാണ് ഞാൻ ആഗ്രഹിച്ചത്, അതുകൊണ്ട് അമ്മ മാത്രം വന്നാൽ മതി. അത് കേൾക്കുന്ന നിർമ്മല ചോദിക്കാണ്, എന്താ വല്ല ചുറ്റിക്കളി എന്തെങ്കിലും ഉണ്ടോ? അമ്പലത്തിൽ എന്ത് ചുറ്റിക്കളി എന്ന് ഗൗതം പറയുന്നുണ്ടെങ്കിലും തൻ്റെ കണ്ണുകൾ ഇങ്ങനെ തിരികെ ഇങ്ങനെ പോകുന്നുണ്ട്, മൊത്തത്തിൽ ഇങ്ങനെ ചുറ്റി നോക്കുന്നുണ്ട്. അതൊക്കെ നിർമ്മലയെ ശ്രദ്ധിക്കപ്പെടുന്നു കേട്ടോ. അങ്ങനെ പാറു ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ നിധി കാണാൻ പച്ചക്കറിയും വാങ്ങിച്ചു വരുന്നത്. അപ്പം നിധിയെ കണ്ട ഉടൻ തന്നെ, നിധി നീ എന്നോടൊരു സത്യം പറയണം എന്ന് പാറു ഒച്ചയെടുത്ത് സംസാരിക്കുക. അത് കേൾക്കുന്ന നിധി, എന്താ പ്രശ്നം? അതെ, ഇന്നിവിടെ ഒരു സംഭവം ഉണ്ടായി. ഗൗതമിൻ്റെ അമ്മയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നീ അവനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അവൻ്റെ അമ്മ നിർമ്മലയാണെന്ന്? ഇല്ല, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നിങ്ങനെ ടെൻഷനോടുകൂടി നിധി മറുപടി പറയുമ്പോൾ, നിധി നീ എന്നോട് കള്ളം പറയണ്ട, അവൻ്റെ അമ്മയെ തിരിച്ചറിഞ്ഞൂലേ? അപ്പം നീ എന്നോട് ആ ചതി ചെയ്തൂലേ? ഞാൻ നിന്നോട് ഇത്രയൊന്നും വലിയ ചതിയൊന്നും ഞാൻ നിന്നോട് ചെയ്തിട്ടില്ല, നീ എന്നെ മനഃപൂർവ്വം വേദനിപ്പിച്ചൂലേ? അത് കേട്ടോടെ തന്നെ നിധി, അതിന് മാത്രം ഇവിടെ എന്ത് പ്രശ്നമാണ് ഉണ്ടായത്? ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് പാറുവിനോട് ഞാൻ പറഞ്ഞില്ലേ, പാറുവിൻ്റെയോട് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ എന്താ പാറുവിൻ്റെ വീണ്ടും അത് ആവർത്തിക്കുന്നത്? എന്താ പാർവൻ്റെ ഇങ്ങനെ? അത് കേൾക്കുന്നതിനോടുകൂടി ഗൗതം ഇന്ന് ഇവിടെ നിന്നും നിർമ്മലയെ അമ്പലത്തിൽ കൊണ്ടുപോയി. അതിനെന്താ പ്രശ്നം? അവരുടെ കൂടെ ഞാൻ വരുന്നു എന്ന് പറയുമ്പോൾ അവർക്കത് അത്ര ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതാണ് എന്നെ സങ്കടപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ ഒരു കാര്യത്തിൽ നീ എന്നെ ചതിച്ചിട്ടുണ്ടെന്ന്. അത് കേൾക്കുന്ന നിധി പറയണം, ഞാനൊന്ന് ഗൗതമിനെ വിളിച്ചു നോക്കട്ടെ എന്ന്. പിന്നീട് കാണിക്കുന്ന ഗൗതം അമ്പലത്തിൽ ഇറങ്ങുന്ന ആ ഒരു രംഗമാണ് കേട്ടോ. അമ്പലത്തിൽ ഇറങ്ങുമ്പോൾ ഉടൻ തന്നെ വാ നമുക്ക് വേഗം പോവാം എന്ന് പറഞ്ഞിട്ട് ഗൗതം ഇങ്ങനെ നിർമ്മലയെ വിളിക്കുകയാണ്. അപ്പോൾ നിർമ്മല ചോദിക്കുകയാണ്, എന്തിനാ അമ്പലത്തിൽ വന്നിരിക്കുന്നത്? എന്ത് പൂജയാണ് നീ ചെയ്യുന്നത്? അതൊക്കെ ഉണ്ട് നിർമ്മലാമ്മ, വാ, എന്നാൽ ഞാൻ അർച്ചനക്കുള്ള സാധനങ്ങൾ വാങ്ങട്ടെ, പൂജക്കുള്ള സാധനങ്ങൾ വാങ്ങട്ടെ. അതൊന്നും വേണ്ട, നമുക്ക് ആ ദേവിയുടെ സന്നിധിയിൽ പോവാ എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടി ഇതെന്താ നീ ഇങ്ങനെ ധൃതിപ്പെടുന്നത്? നിൻ്റെ പ്രശ്നം എന്താ? നീ എന്താ കാര്യം എന്നോട് പറ. വാ നിർമ്മലാമ്മേ, ഞാൻ വിളിക്കുന്നിടത്ത് വാ. നിർമ്മലാമ്മ, എന്താ ഞാൻ വിളിക്കുന്നിടത്ത് വരാത്ത? ശരി, എൻ്റെ മോന് എന്താ എൻ്റെ കൂടെ വരാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ?
എൻ്റെ മോനെ എങ്ങോട്ട് വിളിച്ചാലും ഞാൻ വരും, നീ എൻ്റെ മോനല്ലടാ, നീ എന്നെ വിളിച്ചാൽ ഞാൻ വരാതിരിക്കുമോ, എന്നാ വാ എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൻ്റെ ദേവീ സന്നിധിയിൽ എത്തില്ല. അതിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ നിന്നിട്ട് അത് പിന്നെ സിക്കസി ഇവിടെ കാണുന്നില്ലല്ലോ, സിക്കസി ഇപ്പോൾ എന്താ വരാത്ത എന്നിങ്ങനെ സ്വയം നിന്ന് പറയാം. അപ്പം നിർമ്മല ചോദിക്കുകയാണ്, എന്താടാ നീ പറഞ്ഞത്? ഒന്നുമില്ല, എന്നാൽ ഞാനിത് വരുന്നു, നിർമ്മലാമ്മ ഇവിടെ തന്നെ നിൽക്ക്, ഞാനൊരു ഫോൺ ചെയ്യട്ടെ. ഓക്കെ ശരിയെന്ന് പറയണേ. അങ്ങനെ ഗൗതം മാറി നിന്ന് സിക്കസിക്ക് വിളിക്കണം. അപ്പോൾ സിക്കസി ആണെങ്കിലോ ഡ്രൈവ് ചെയ്തിങ്ങനെ വരുന്നൊരു രംഗമാണ്. അപ്പോൾ സി കെ സി ഇങ്ങനെ വരുന്ന സമയത്ത് ഗൗതം സി കെ സിക്ക് വിളിക്കുക. അപ്പോൾ സി കെ സി അവനാണല്ലോ വിളിച്ചിരിക്കുന്നത്. അതെ, ഞാനിവിടെ വന്നിട്ടുണ്ടോ, എൻ്റെ അമ്മയും കൂട്ടിയാടാ ഞാൻ അമ്പല നടക്കിൽ വന്നിട്ടിരിക്കുന്നത്. നിനക്ക് എൻ്റെ അമ്മയെ നേരിട്ട് കാണാടാ, തന്തയും തള്ളയും ഇല്ലാത്തവരല്ല ഞാൻ അനാഥനല്ല. പലവട്ടം നീ എന്നെ പുച്ഛിക്കുമ്പോഴും ഞാനൊന്നും മിണ്ടാതെ നിന്നത് നിന്നെപ്പോലെയുള്ളവനോട് മറുപടി പറയണ്ട എന്ന് കരുതിയാണ്. പക്ഷേ ഇന്ന് നിനക്ക് ഞാനൊരു ഉത്തരം നൽകാൻ പോവാണ്. എൻ്റെ പെറ്റമ്മയെ ഞാൻ നിനക്ക് മുന്നിൽ കാണിച്ചു തരാനാണ് പോകുന്നത്. ഈശ്വരമംഗലത്തെ ഗോപിനാഥന് ഒരിക്കലും ഞാൻ കാരണം വിലകേട് ഉണ്ടാവില്ലടാ, എനിക്ക് തന്തയും തള്ളയും ഒക്കെ ഉണ്ടടാ, അതിൽ അമ്മയെ ഞാൻ ഒന്ന് കാണിച്ചു തരാടാ, നീ എവിടെയടാ എന്നൊക്കെ ഇങ്ങനെ സി കെ സി ഇടപെടാന്നൊക്കെ വിളിക്കണം. അപ്പോൾ സി കെ സി പറയാണ്, ഞാൻ അമ്പലത്തിലോട്ട് വന്നുകൊണ്ടിരിക്കണം, എന്നാൽ നീ പെട്ടെന്ന് വാ എന്ന് പറയണേ. അപ്പോൾ ഫോൺ കട്ട് ചെയ്തിട്ട് നിർമ്മല പറയാണ്, വാ നമുക്ക് ദേവി സന്നിധിയിൽ പോയി പ്രാർത്ഥിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഗൗതം പറയാണ്, വെയിറ്റ് ചെയ്യൂ, നമുക്ക് സമയമുണ്ട്. എന്തൊക്കെ മോനെ നീ പറയുന്ന, അമ്പലത്തിൽ വന്നിട്ട് നീ അർച്ചനയ്ക്കുള്ള സാധനം വാങ്ങാൻ സമ്മതിക്കുന്നില്ല, പൂജയുണ്ടോ ചോദിച്ചാൽ അതില്ല, ദേവീ സന്നിധിയിൽ പോകാൻ നീ സമ്മതിക്കില്ല, എന്താ നിൻ്റെ പ്രശ്നം? അപ്പോൾ കാണാൻ നിധിയുടെ ഫോണ് വരുന്നിട്ടോ, നിധി വിളിക്കുന്നു എന്ന് പറയണേ. അങ്ങനെ ഈ ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുത്താൽ എന്താ നിധി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിധി പറയാണ്, അല്ല ഗൗതം എവിടെയാണ്? അത് പിന്നെ എന്താ ഗൗതം, ഞാൻ ചോദിച്ചതിന് മറുപടി പറയാൻ എനിക്ക് ഇത്ര ഒരു ബുദ്ധിമുട്ട്. അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ അല്ല അത് പിന്നെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ പതിയെ ഇങ്ങനെ ഒരു തരം ചുറ്റിത്തിരിഞ്ഞ സംസാരിക്കുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഉടൻ തന്നെ ദേഷ്യം പിടിക്കുകയാണ് നിധിക്ക്. ഗൗതം, ഞാൻ ചോദിച്ചതിന് മറുപടി പറ, നീ എവിടെയാണ്? ഞാൻ അമ്പലത്തിലാണ്. എന്താണ് അമ്പലത്തിൽ? നീ അമ്പലത്തിലാണ് പോകുന്നതെന്ന് പാറുവിൻ്റെയോട് പറഞ്ഞു, പക്ഷേ നിന്നിൽ എന്തെങ്കിലും ചുറ്റിക്കളിയുണ്ടോ? നീ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? എന്തിനാ അമ്പലത്തിലോട്ട് ഇവിടെ പാറുവാൻ്റെയും കൂട്ടാതെ നീ പോയത്? അപ്പോൾ പാറു പറയാണ്, ചോദിക്കുമ്പോഴേ ഞാൻ എന്താ എന്നെ കൂട്ടാതെ എന്താ പോയതെന്ന് ചോദിക്ക്. അപ്പോൾ ഉടനെ തന്നെ ഗൗതം പറയാം, അത് പിന്നെ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അതെന്താ പാറുവിൻ്റെ കൊണ്ടുപോയാൽ പ്രശ്നം? അപ്പോൾ ഉടനെ അത് ഒരു കാര്യമുണ്ടെന്ന് നിധി ഞാൻ നിന്നോട് പറഞ്ഞില്ല, ആ കാര്യം എന്തെന്ന് എന്നോട് പറ എന്ന് നിധി ആവശ്യപ്പെടണം. അപ്പോൾ ഗൗതം പറയണേ, അതെ, സി കെ സി ഇന്നലെ എന്നെ നടു റോട്ടിൽ വെച്ച് എന്നെ പരിഹസിച്ചു, എന്നെ കളിയാക്കി, തന്തയും തള്ളയും ഇല്ലാത്തവനാണെന്ന് പറഞ്ഞ് അവനെന്നെ ഒരുപാട് കളിയാക്കി. ആ കളിയാക്കൽ എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചു. അതുകൊണ്ട് എൻ്റെ അമ്മ ആരാണെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കാൻ പോവാണ്. ഇന്ന് നിർമ്മലാമ്മയെ കാണിച്ചു കൊടുക്കുകയാണെന്ന് പറയുമ്പോൾ നിധി ആകെ ഷോക്കാവാണ്. എന്താ ഗൗതം നീ കാണിക്കുന്നത്? അപ്പോൾ പാറു പറയണേ, എന്താ ഗൗതം എന്താ കാണിച്ച്? ഗൗതം എന്താ കാണിച്ചു? ഈശ്വര, എൻ്റെ കുഞ്ഞിനോട് എല്ലാവരും എല്ലാ സത്യങ്ങളും പറഞ്ഞു, എനിക്ക് എൻ്റെ മോനെ നഷ്ടമായല്ലോ എന്നിങ്ങനെ പാറു പറഞ്ഞ് കരയാണ്. അപ്പോൾ ആ കരച്ചിൽ കാണുമ്പോൾ ഉടൻ തന്നെ നിധി പറയണേ, പാറുവിൻ്റെ ഒന്നും മിണ്ടാതെ നിൽക്ക്, കാര്യം ഞാൻ ചോദിക്കട്ടെ, എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ചോദിക്കട്ടെ. ഗൗതം നീ എന്താ പറഞ്ഞത്? എനിക്ക് കേൾക്കുന്നില്ല. ഞാൻ പറയുന്നത് കേൾക്കൂ നിധി, ഞാൻ എൻ്റെ അമ്മയാ സി കെ സിക്ക് കാണിക്കാം. അപ്പോഴും നിധി കേൾക്കാത്തതുപോലെ അഭിനയിക്കണം. അങ്ങനെ കേൾക്കുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പാറുവിനോട് പറയണം, ഇവിടെ സിഗ്നൽ ഇല്ലെന്ന് തോന്നുന്നു, ഞാൻ പുറത്തിറങ്ങി സംസാരിക്കട്ടെ, അപ്പോൾ ഞാനും കൂടെ വരാമെന്ന് പാറുവിനോട് പറയണം. അത് വേണ്ട, ഇവിടെ നിൽക്ക്, ഞാൻ വന്നിട്ട് വിവരം പറയാമെന്ന് പറഞ്ഞിട്ട് പാറുവിനെ അവിടെ നിർത്തിയിട്ട് നിധി പുറത്തോട്ട് കിടക്കണം. എന്നിട്ട് നിധി പറയണേ, എന്താ ഗൗതമിന് വട്ടായോ? ആ സി കെ സിയുടെ മുന്നിൽ നിർമ്മലാമ്മയെ എന്തിനാ കാണിച്ചു കൊടുക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? ഗൗതമിന് ഇത്ര ബുദ്ധിയും ബോധവും ഇല്ലേ? എന്തിന് നീ ഒന്നും മിണ്ടാതിരുന്ന നിധി? ഇതേ ഒരു ആണിനെ ഇങ്ങനെ വെല്ലുവിളിക്കുമ്പോൾ പല പ്രാവശ്യം തന്തയും തള്ളയില്ലാത്ത അനാഥനാണെന്ന് പറയുമ്പോൾ അതിൻ്റെ വേദന നിനക്കറിയില്ല, നീ ഒന്ന് വെച്ചിട്ട് പോയേ, അതുകൊണ്ടാണ് ഞാൻ എന്നോട് പറയാതിരുന്നത് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്യണം. അതല്ല ഗൗതം, ഞാൻ പറയട്ടെ എന്ന് പറയുമ്പോഴും ഫോൺ കട്ട് ചെയ്തു കേട്ടോ. അതുകൊണ്ട് തന്നെ തനിക്കതിന് മറുപടി കൊടുക്കാനും കഴിയില്ല. അപ്പോഴേക്കും പാറു ഓടി വരികയാണ്. എന്താണ് സത്യത്തിൽ സംഭവിച്ചതെന്ന് പാറുവിനോട് ചോദിക്കുക. അപ്പോൾ പാറു നിധിയോട് ചോദിക്കുകയാണ്. അപ്പോൾ നിധി പറയണേ, ഞാൻ പെട്ടെന്ന് അമ്പലത്തിലോട്ട് പോട്ടെ, അതിന് മാത്രം എന്ത് പ്രശ്നമാണെന്ന് എനിക്കറിയില്ല, എന്നാൽ ഞാനും കൂടെ വരാം. അത് വേണ്ട, നിങ്ങളെല്ലാവരും എന്നിൽ നിന്ന് ഒഴിവാക്കുന്ന, അപ്പോൾ എൻ്റെ കുഞ്ഞ് നിർമ്മലയുടെ മകനാണെന്നുള്ള സത്യം നിങ്ങൾ വെളിപ്പെടുത്തിയില്ല, എനിക്ക് മനസ്സിലായി, നിങ്ങൾ എന്നെ പറ്റിക്കുകയാണെങ്കിൽ അതൊന്നുമല്ല പാറു, എനിക്ക് സുഖമില്ല,
ആരോഗ്യം ഇപ്പോൾ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊന്നും പാടില്ല. അതൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോകാത്തത്. നീ ഇവിടെ നിൽക്ക് പാറു, നീ പാറുവിൻ്റെ ഇവിടെ നിൽക്ക്, ഞാൻ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നിധി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഇതേ സമയം നിർമ്മല പറയാണ്, എന്തിനാ നിധി വിളിച്ചതേ ഒന്നുമില്ല, എന്നാൽ നമുക്ക് അമ്പലനടയിലോട്ട് പോകല്ലേ? വേണ്ട. അപ്പോൾ CKC ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ CKC ഇങ്ങനെ അമ്പലത്തിൽ ഇറങ്ങിയിട്ട് അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം. അപ്പോൾ ഈ സമയം ഗൗതം ആണെങ്കിലോ നാല് പുറങ്ങനെ നോക്കുകയാണ്. അപ്പം നിർമ്മല ചോദിക്കുന്നുണ്ട്, നീ ആരെയാണ് ഇങ്ങനെ നോക്കുന്നത്? അതൊക്കെ ഉണ്ട്. നിർമ്മലാമ്മ ഇവിടെ മിണ്ടാതെ നിൽക്കുകയെന്ന് പറയണേ. അപ്പോൾ ഉടൻ തന്നെ, എന്നാൽ ഞാൻ ആ ദേവി സന്നിധിയിൽ പോയൊന്ന് പ്രാർത്ഥിക്കട്ടെ, നീ ഇവിടെ നിൽക്ക്, ഞാൻ ഒന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറയണേ. ആ ശരി, എന്നാൽ അങ്ങോട്ട് പോയിക്കോ, ഞാൻ ഇവിടെ നിൽക്കാമെന്ന് പറയണേ. അങ്ങനെ ഗൗതം CKCയുടെ അരികിലോട്ട് പോവുകയാണ്. CKCയോട് പറയണേ, എടാ നീ എന്താടാ എന്നെ വിളിച്ചത്? തന്തയും തള്ളയും ഇല്ലാത്തവനെന്നല്ലേ? എന്നാൽ ഞാൻ തന്തയും തള്ളയും ഉള്ളവനാണ്. ആദ്യം എൻ്റെ അമ്മയെ ഞാൻ കാണിച്ചു തരാം, എൻ്റെ അമ്മയെ നീ കണ്ടോടാ എന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ നിർമ്മലാമ്മ അവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ നിർമ്മലാമ്മയുടെ അരികത്തെത്തുമ്പോൾ CKC ഇങ്ങനെ വരുന്ന പാട് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, നിർമ്മലാമ്മ വേറൊരു ഭാഗത്തോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ CKC ചോദിക്കുകയാണ്, എവിടെയാണ് നിൻ്റെ അമ്മ നിൽക്കുന്നു എന്ന് പറയുന്നത്. പക്ഷെ അവിടെ കാണില്ല കേട്ടോ. അങ്ങനെ ഗൗതം അവിടെയൊക്കെ തിരയുകയാണ്. അപ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല. അപ്പോൾ അവിടെ തന്നെ CKC, നീ എന്താ ആളെ കളിയാക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയിരിക്കുകയാണോ എന്ന് CKC ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയം അമ്മ എവിടെയെന്നിങ്ങനെ വീണ്ടും പറയുകയാണ്. അങ്ങനെ CKC ഇങ്ങനെ തിരിഞ്ഞു പോകുമ്പോൾ നിർമ്മല കാണാം ഇരു സൈഡിൽ നിൽക്കുന്നുട്ടോ. അപ്പോൾ അത് കാണുന്ന ഗൗതമിന് സന്തോഷമാവുകയാണ്. അങ്ങനെ ആ സമയമാണ് CKCക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. അപ്പോൾ CKC പെട്ടെന്ന് ഫോൺ എടുത്ത് സംസാരിച്ചും കൊണ്ടിരിക്കുന്നത്, തൻ്റെ കമ്പനിയുടെ കാര്യത്തെക്കുറിച്ചിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ഗൗതം തൻ്റെ അമ്മയെ കാണുമ്പോൾ ഗൗതം പെട്ടെന്ന് നിർമ്മല സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ഉടൻ തന്നെ ഗൗതം CKCയോട് പറയണേ, എടോ എൻ്റെ അമ്മ അതോടോ എന്ന് പറഞ്ഞിട്ട് CKCയോട് ചെന്ന് പറയുമ്പോൾ CKC ആ ഫോണിലാണ്. അങ്ങനെ ഫോൺ 2 മിനിറ്റ് സംസാരിച്ചതിന് ശേഷം CKC കട്ട് ചെയ്തിട്ട്, വാ എവിടെ നിൻ്റെ അമ്മ, ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് CKC അങ്ങോട്ട് വന്നു നോക്കുമ്പോൾ അമ്മേ എന്ന് പറഞ്ഞ് ഗൗതം ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിർമ്മലയെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ പിടിച്ചു വലിച്ച് ഒരു സൈഡിലോട്ടാണ് മാറ്റണത്. അത് ആരുമല്ല, നിധി ആയിരിക്കും കേട്ടോ. നിധി അങ്ങ് മാറ്റുന്ന രംഗമാണ്. അപ്പോൾ അതോടുകൂടി CKC നോക്കുമ്പോൾ അവിടെ ആളെ കാണാനില്ല. നീ എന്താടോ ഈ പറയുന്നത്, എവിടെയാണ് നിൻ്റെ അമ്മ എന്ന് പറയുന്നുണ്ട്. ഇവിടെ നിൽപ്പുണ്ടായിരുന്നു, നീ എന്താ ആളെ കളിയാക്കുക? എടാ, ഒരു ആളെ വിളിച്ചു വരുത്തുമ്പോൾ അറ്റ്ലീസ്റ്റ് നീ ഒരു വാടകയ്ക്ക് ഒരാളെങ്കിലും നിനക്ക് നിർത്താനോ? അതിനെങ്ങനെ ഈശ്വരമംഗലത്തെ ഗൗതമാണെന്നൊക്കെ പറയും. ഇപ്പോൾ ഒരു വാടകയ്ക്ക് ആളെ വിളിക്കാനൊന്നും പണം ഉണ്ടാവില്ലല്ലേ, എന്തിനാടാ നീ? അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിർമ്മല ഇങ്ങനെ പൊട്ടിക്കരയാണ്. അപ്പം നിധി, ഞാൻ എൻ്റെ മകനെയാണ് CKC അപമാനിക്കുന്നത്, അവൻ്റെ മകനാണെന്ന് അവനെ അറിയില്ല, അതുകൊണ്ട് ഞാനൊന്ന് പോട്ടെ. അപ്പോൾ നിധി പറയണ, മിണ്ടാതെ നിൽക്കി, ഈ സമയം അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറയണേ. അപ്പോൾ ഉടൻ തന്നെ CKC ഗൗതമിനോട് പറയണേ, എടോ കുറച്ച് ആണത്തം കാണിക്കണതിന് ഇന്നിലില്ലടാ, നീ വെറുതെ തന്തയും തള്ളനും ഇല്ല ഉള്ളവനാണെന്ന് ഇങ്ങനെ പറയുന്നല്ലാതെ നിനക്ക് തന്തയില്ല തള്ളയില്ല, നീ അനാഥനെ തന്നെയാണ്. അത് കേൾക്കുന്ന ഗൗതമിന് ദേഷ്യം പിടിക്കുക. വെറുതെ നീ അനാഥനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലനടയാണെന്ന് ഞാൻ മറക്കും. നീ മറന്നാലും മറന്നില്ലെങ്കിലും ശരി, ഇനി ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇനി എന്നെ നിൻ്റെ അമ്മ ഇതാണെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒരു വാടകക്കാരിയെങ്കിലും ഉണ്ടായിക്കോട്ടോ, അതാണ് നിനക്ക് നല്ലതെന്ന് പറഞ്ഞിട്ട് CKC അവിടെ നിന്ന് പോകുമ്പോൾ ഗൗതം അമ്മേ എന്ന് പറഞ്ഞ് ഉറക്കെ വിളിക്കൂട്ടോ. അപ്പോഴും നിധി പോവാൻ സമ്മതിക്കത്തില്ല. അപ്പം ഇതിങ്ങനെ കരയുന്നുണ്ട്, നിർമ്മലയും കരയുന്നുണ്ട്. CKCയുടെ അപമാനം താങ്ങാൻ കഴിയുന്നില്ല. അത്രയും ആളുകളുടെ മുന്നിൽ വെച്ചിട്ടാണ് ഗൗതമിനെ ഇങ്ങനെ അപമാനിക്കുന്നത്. അങ്ങനെ CKC അന്ന് കടന്നു പോയിടുന്നതിന് നിധിയും നിർമ്മലയും കൂടി മുന്നിലോട്ട് വരികയാണ്. ഈ സമയം ഗൗതം പറയണേ, അമ്മേ എന്ന് എത്ര തവണ CKCയുടെ മുന്നിൽ ഞാൻ വിളിച്ചിട്ട് എൻ്റെ തൊട്ടരികിലുണ്ടായിട്ട് അമ്മ എന്താ വിളി കഴിഞ്ഞെന്ന്. അപ്പം നിർമ്മല പറയണ, മോനെ എന്ന് പറയുമ്പോഴേക്കും നിധി പറയണേ, എന്താ ഗൗതമിന് ഇത്ര ബുദ്ധിയില്ലാതായോ? ഈ നിൽക്കുന്ന നിർമ്മലാമ്മയെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചവൻ നാളെ ഈ നിൽക്കുന്ന ഗൗതം നിർമ്മലയുടെ മകനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നാളെ ഗൗതമിനെയും കൊല്ലില്ലേ? പ്രത്യേകിച്ച് എൻ്റെ മകനെ ഇപ്പോൾ നിർമ്മലയുടെ മകനാണെന്ന് അറിഞ്ഞു എന്നുള്ള ആ ടെൻഷനിൽ പാറു അപ്പുറത്ത് നിൽക്കുമ്പോൾ 2 അറ്റാക്ക് കഴിഞ്ഞു. ഇനി 3ാമതൊരു അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പാറുവിനെ നമുക്ക് കിട്ടില്ല. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ വലഞ്ഞു നിൽക്കുന്ന സമയത്താണോ ഇവിടെ CKCയുടെ മുന്നിൽ നിർമ്മലയുടെ മകനാണെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കേണ്ടത് എന്നിങ്ങനെ നിധി ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി കലങ്ങി തെളിയാണ്. മൊത്തത്തിൽ ഒരു 2-3 എപ്പിസോഡ് കൊണ്ട് ഗൗതം ആരുടെ മകനാണെന്നുള്ളതൊക്കെ പുറത്തു വരികയാണ്. അപ്പോൾ ഇതിനോടുകൂടി കഥക്കൊരു അവസാനമുണ്ടാവും. അതിനോടൊപ്പം തന്നെ ശിവാനിയുടെയും വസുന്ധരയുടെയും ഒക്കെ കാര്യത്തിൽ ഒരു തീരുമാനം വരുന്ന ഒരു കിടുക്കൻ സീന് തന്നെയാണ് കേട്ടോ നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നത്.